അപ്പൻഡിസൈറ്റീസ് ആയിട്ട് വന്ന കുഞ്ഞിന് ഗ്യാസിന് മരുന്ന് കൊടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പം മനോരമ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വാർത്തയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും താഴെ കമൻറ്റിലും ഞാൻ കൊടുത്തേക്കാം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാറ് ഇതിനൊരു അനുകൂലമായിട്ടൊരു നടപടി, ഈ കുഞ്ഞിനെ ചികിത്സിച്ച 2 വനിതാ ഡോക്ടർമാർ അവർ വേണ്ട ചികിത്സ കൊടുക്കാതെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചവർ തന്നെ പറയണം. അവർക്കെതിരെ സാർ അനുകൂലമായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ തമിഴ്നാട്ടിലൊക്കെ മന്ത്രിമാരും ഒക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയി ചികിത്സിക്കുന്നത്. അതുപോലെ ഇവിടെ ചികിത്സിക്കാൻ ഇവിടുത്തെ MLA മാർക്കും മന്ത്രിമാർക്കും ധൈര്യം ഉണ്ടാകട്ടെ എന്നുകൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. പിന്നെ യഥാസമയം കുഞ്ഞിൻ്റെ വേദന കണ്ടിട്ട് അമ്മ 2ാമത്തെ ദിവസം വേറൊരു ഡോക്ടറിനെ കണ്ടു. അതും ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്, ആലോചിക്കാൻ റിട്ടയർഡ് ഗവൺമെൻറ് ഡോക്ടറാണ്. പുള്ളിക്കാരൻ ഒറ്റ പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ വയറ്റത്തൊന്ന് തൊട്ട് നോക്കിയപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി അപ്പൻഡിസൈറ്റീസ് ആണ്. 2 ഡോക്ടർ ഉണ്ടായിട്ടും 2 പേരും ഗവൺമെൻറ് ഡോക്ടറായിട്ടും അവർക്കറിയാൻ വയ്യുന്ന കാര്യം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിനെ കൊണ്ട് നോക്കിയപ്പോൾ മനസ്സിലായി. പുള്ളി കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും വേറൊരു ആശുപത്രി കൊണ്ടുവരാൻ മാത്രം ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി. ഇതുപോലെ എത്ര സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോന്നു. അപ്പം ബഹുമാനപ്പെട്ട മുരളീധരൻ സാർ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.